ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗട്ടിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് Next.js ആണ്. അപ്പോൾ റിയാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പം റിയാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയായിരുന്നു റൗട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ കുറേ കാലം ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയില്ല. പക്ഷേ നമ്മൾ ഒരു എക്സ്റ്റേണൽ ലൈബ്രറി അല്ലേ, റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? റിയാക്റ്റിൽ നമ്മൾ റൗട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ റിയാക്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു റൗട്ട്, ഔട്ട്ലെറ്റ്, ലിങ്ക് ഒക്കെ നമ്മൾ റിയാക്ട് റൗട്ടർ ഡോം എന്ന് പറയുന്ന ആ ഒരു ലൈബ്രറിയിൽ നിന്ന് നമ്മുടെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അതിനെ നമ്മൾ റൗട്ട് എഴുതി കൊടുക്കണം, പിന്നെ റൗട്ട്സ് എഴുതണം, പിന്നെ റൗട്ട് എഴുതണം, അതിനകത്ത് പാത്ത് സെറ്റ് ചെയ്യണം, പിന്നെ ഏത് പേജാണോ നമുക്ക് കാണിക്കേണ്ടത് അതിനെ നമ്മൾ എലമെൻ്റ് എന്നും പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ലേഔട്ട്, ഹോം, എബൌട്ട്, ഡാഷ്ബോർഡ് എന്നും പറഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് ഇൻറ്റേർണൽ പേജസിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറേ അധികം കണ്ടോ, ഇവിടെയൊക്കെ നമ്മളത് ലേഔട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ലിങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലാഷ് ആണെങ്കിൽ ഹോം, സ്ലാഷ് എബൌട്ട് ആണെങ്കിൽ എബൌട്ടിൽ പോവുക അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളിവിടെ എല്ലാം ലിങ്ക് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ, പിന്നെ ബാക്കിയുള്ള കമ്പോണൻറ്റ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉള്ള ഒരു സംഭവമാണല്ലേ. പക്ഷേ നമ്മുടെ Next.jsൻ്റെ കാര്യത്തിൽ ഇത് വളരെയധികം എളുപ്പമാണ്. Next.jsൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കടക്കുമ്പം നമുക്ക് നോക്കാം കേട്ടോ. പക്ഷേ ഇപ്പം നമ്മുടെ നോട്ട്സിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. നമ്മൾ ഈ Next.jsനെ നമ്മുടെ npm വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ആപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിനകത്ത് ഈ ഫോൾഡറിനകത്ത് നമുക്കിപ്പം ഒരു എബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അതിന് നമ്മൾ എബൌട്ട് എന്നും പറഞ്ഞ് കൊടുക്കുക. ഇനി എനിക്ക് സർവീസസ് എന്ന് പറയുന്ന ഒരു പേജ് വേണം എന്നുണ്ടെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഇനി സർവീസസ് എന്ന് കൊടുക്കുക. ഇതുപോലെ നമുക്ക് പേജസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിയുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കത് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? HTTP ലോക്കൽ ഹോസ്റ്റ് അല്ലേ /about നമുക്കിങ്ങനെ കാണാം, അല്ലെങ്കിൽ /services എന്നിങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത്രയും സിമ്പിളാണ് നമ്മുടെ Next.jsലെ റൗട്ടിങ്. അപ്പോൾ Next.jsലെ റൗട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എന്താണത്? ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണ്. ഫയൽ ബേസ്ഡ് റൗട്ടിംഗ് ആണ് അല്ലേ. ഇവിടെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. HTTP:2 അതിനുശേഷം നമ്മുടെ ലോക്കൽ ഹോസ്റ്റ്, അതിനുശേഷം നമുക്ക് നമ്മുടെ 3000 പോർട്ടിലാണ് ഇത് മിക്കപ്പോഴും ഓപ്പൺ ആവുന്നത്, നമുക്ക് നമ്മുടെ എബൌട്ട്, ഇനി നമുക്ക് നമ്മുടെ സർവീസസ്. 3000 എന്ന് പറയുന്ന പോർട്ട് ചിലപ്പോൾ നിങ്ങൾ 3000 ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു പോർട്ടിലായിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മുടെ പേജ് വരുന്നുണ്ട്.